ഹലോ, ഇന്ന് നമുക്ക് നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നേ. കൂട്ടത്തിൽ കുറച്ച് മുള്ളമത്തിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം നെത്തോലി ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് കുറച്ച് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് കൂടെ കൊടുത്തു. അവൾ പ്രഗ്നൻ്റാണ്, കഴിക്കട്ടെ. അങ്ങനെ അവൾക്ക് കൂടെ കൊടുത്ത് നാളത്തേക്കുള്ള മീൻ നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചു. പിന്നെ ഇത് അരി തിളപ്പിച്ച് വിട്ടു കേട്ടോ. നമ്മൾ അരിയല്ല, ചോറ് നമ്മൾ തിളപ്പിച്ച് വിട്ടുന്ന കുക്കറിലാണ്. കഴുകിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അതിൽ തന്നെ ആ കഴുകുന്ന വെള്ളത്തിൽ തന്നെ ഉണ്ട്. ആ ഈർപ്പം കൊണ്ട് ഒരു വിസിലങ്ങ് അടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല എന്താ പറയണ്ടേ, വെള്ളമയം ഒന്നുമില്ല, നല്ല ഫ്രഷായിട്ട് ചോറ് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വെച്ചു. വെള്ളമൊക്കെ കലക്കി അടപ്പത്ത് വെച്ചതിന് ശേഷം അത് വരുന്ന ഗ്യാപ്പിൽ 2 പച്ചമുളകും കീറി കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തിയരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വരും. അതിനുശേഷം തിളച്ച് മീനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലുക്കുലത്ത് പാത്രങ്ങൾ തിടക്കുന്നതൊക്കെ അതുകൂടെയൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കുടംപുളി കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വെയിൽ വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി എടുത്ത് 5-6 വെള്ളം കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയെടുത്ത് അത് നടുകെ കീറി കുരു കളഞ്ഞിട്ട് ഉണക്കാനിടാൻ വെച്ചു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഓർമ്മയുള്ളൂ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി കുത്തുന്ന പുളി. പിന്നെ പുളിയല്ലേ. അങ്ങനെ അത് കീറി ഉണക്കാൻ വെച്ചപ്പോഴത്തേക്കും വരുന്നു മഴ, കാറ്റും മഴയും. പിന്നെ നേരെ അതെടുത്ത് തൽക്കാലം അടുപ്പിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവച്ചു. പിന്നെ പെരയ്ക്കൊക്കെ തൂത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും കാശിക്കൂട്ടം വരും. ടാറ്റാ ബൈ, സീ യു.